അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഒരു ബീഫ് മദ്ഹൂത്ത് എങ്ങനെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് വേണ്ട ഓരോരോ സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ ഈ ബീഫ് മദ്ഹൂത്ത്. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ലോണം ബീഫൊക്കെ വെന്ത് നല്ല ജ്യൂസി പരുവത്തിലായി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം അതെല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഈ മദ്ഹൂത്ത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 3/4 കിലോളം ബീഫാണ്. എല്ലോട് കൂടിയുള്ള ബീഫാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ നെയ്യും ഇതെല്ലാം ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തേക്കണം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. 3/4 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ഇത് കഴുകി വലിയ പീസാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് അത് പിന്നെ ചെറിയ ചെറിയ പീസായി കഴിയുമ്പോൾ അത് നമുക്ക് കാണത്തില്ല. വലിയ പീസാക്കി എടുക്കണം. വലിയ പീസാക്കി ഇത് 3/4 കിലോ എടുത്തിട്ടുണ്ട്. കഴുകി ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഒരു സവാള കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത ഒരു സവാള അതിലേക്ക് ഇടാം. പിന്നെ അതൊരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തത് അത് അതിലേക്കിടാം. പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം കേട്ടോ. അതിന് റെഡും ഗ്രീനും കൂടി കലർത്തിയ ഒരു വലിയ സൈസ് 2 എണ്ണത്തിൻ്റെയും ഹാഫ് വീതം എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം അതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞതാണ്. അത് നമുക്കതിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ അറബിക് മസാല അത് തയ്യാറാക്കണ വിധം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കണം. നമ്മൾ അതി ടേസ്റ്റാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റാണ്. നമ്മൾ വാങ്ങിക്കുന്നതിനേലും വളരെ ടേസ്റ്റുള്ള ഈ മസാല തയ്യാറാക്കാനായിട്ട് ഞാനത് പെട്ടെന്ന് തയ്യാറാക്കാം. അതൊരു 2-3 വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കയറി കാണാം കേട്ടോ. ഇങ്ങനെ മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് മദ്ഹൂത്ത്, മന്തി ഒക്കെ തയ്യാറാക്കാം. അതിനൊക്കെ പറ്റിയ അറബിക് മസാലയാണ് കേട്ടോ. അത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഞാനത് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ. അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ കേട്ടോ. ഇത് ഞാൻ ഉണക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ സാധാരണ ഉണക്കി വെക്കണം. മറ്റേത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും ബ്ലാക്ക് കളറായിരിക്കും. പക്ഷേ ടേസ്റ്റ് ഇതാണ്. ഇത് കത്തി കൊണ്ട് 4-5 സ്ഥലത്ത് ഒരു കുത്ത് കൊടുക്കാം. കുത്തിയിട്ട് അതിനകത്തേക്ക് ഇടാം. നാരങ്ങ അങ്ങനെ ഇടാം. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി കേട്ടോ. അത് ജ്യൂസാക്കി അടിച്ചെടുത്തേക്കണതാണ്. അത് അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഒരു ഹാഫ് നാരങ്ങയുടെ നീരുകൂടി അതിലേക്ക് ഒഴിക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി അത് നമുക്ക് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അവിടെ ജോയിൻ്റ് ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് വേവിച്ചെടുക്കാം. ബീഫാണല്ലോ, അത് വേവാനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. 1-1.5 കപ്പ് ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഇതുപോലുള്ള 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ്. അപ്പോൾ ഇതിനകത്ത് ജ്യൂസി ആയിട്ടുള്ള തക്കാളി അതെല്ലാം ഒഴിച്ച് കാരണം അധികം വെള്ളം വേണ്ട. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. കുക്കർ മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ മൂടി വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി വെന്ത് വരട്ടെ. എന്നിട്ട് അടുത്ത പരിപാടി കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബീഫ് നല്ലോണം വെന്ത് ജ്യൂസി പരുവത്തിലാക്കിയിട്ടും. പിന്നെ നമ്മുടെ റൈസ് കഴുകി വാരി വെച്ചിട്ട് അതിൽ വെള്ളം കൂടുതലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ റൈസ് മാത്രം ഇട്ടാൽ മതി. റൈസ് ഇടാതെ അല്ലെങ്കിൽ നമ്മൾ റൈസ് ഒന്ന്
ഹാഫ് കുക്കിൽ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട്. ഞാനിപ്പോൾ റൈസ് വേവിച്ചെടുത്തത് കാരണം അത്ര വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 1-2 കപ്പ് വെള്ളം വേവിച്ചിട്ട് അതിൽ ആ വെള്ളത്തിൻ്റെ ബീഫ് വെന്ത വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേറെ ഇതിൽ കുക്കറിനകത്ത് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ആ റൈസ് ഇതിനകത്തോട്ടിട്ട് നമ്മൾ ഒന്ന് ആവി കയറ്റി വരുമ്പോഴത്തേക്കും ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ മദ്ഹൂത്ത് ബീഫ് മദ്ഹൂത്ത് റെഡി. അപ്പോൾ ഇതാ നമുക്ക് മദ്ഹൂത്തിനുള്ള റൈസ് ഞാൻ കുക്കറിനകത്ത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് മദ്ഹൂത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പട്ട, കരാമ്പി, ഏലക്ക, ബേ ലീഫ്, ഒരു ഉണക്കനാരങ്ങ ഇതൊക്കെ ഇട്ട് വേവിച്ചതാട്ടോ, കുരുമുളക് ഇതൊക്കെ ഇട്ട് വേവിച്ച റൈസാണ്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് വെന്തയിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇത് സെല്ല ഗോൾഡാണ് കേട്ടോ. സെല്ല ഗോൾഡ് വാങ്ങിക്കുക. ഇതാണ് നമുക്ക് കൂടുതൽ നല്ലതും ടേസ്റ്റ് നല്ലത് ഇതായിരിക്കും കേട്ടോ. കാണാനും ഈ മദ്ഹൂത്ത് മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ സെല്ല ഗോൾഡ് എന്ന് വാങ്ങിക്കണം കേട്ടോ. സെല്ല ഗോൾഡ് റൈസാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം, നമ്മുടെ ബീഫൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല ഗ്രേവി ജ്യൂസ് പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്കിത് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കഴിയുമ്പോൾ നമ്മുടെ മദ്ഹൂത്ത് റെഡി. പിന്നെ നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മദ്ഹൂത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് എത്ര പെട്ടെന്നാണ് ഇത് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ മദ്ഹൂത്ത് റെഡിയായി. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കാം. കുക്കർ തുറന്നു. അപ്പോൾ അതിതാ ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. നല്ല ബീഫൊക്കെ നല്ല വെന്ത് നല്ല കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ വെള്ളമൊക്കെ ആവശ്യത്തിലുള്ള വെള്ളമുണ്ട്. ഒരു 5 മിനിറ്റ്, അത് ഹാഫ് കുക്കാണ് ചെയ്ത് വെച്ചേക്കുന്ന റൈസ്. ആ റൈസ് ഇതിനകത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കണ്ടോ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ, മറക്കാതെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇതാ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ മന്തി റൈസൊക്കെ തയ്യാറാക്കണ പോലെ തന്നെ ആ റൈസ് തയ്യാറാക്കിയതിന് ശേഷം ഇടാം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ റൈസ് ആഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിത് വെന്ത റൈസാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കും. ഇനി നമുക്കൊന്ന് പതുക്കെ ഒരു ചെറിയൊരു ആവിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് മദ്ഹൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ബീഫൊക്കെ നല്ലോണം വെന്ത് നല്ല ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. നല്ല അടിപൊളി മണം കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മദ്ഹൂത്ത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കാൻ മറക്കല്ലേ. എങ്ങനെയുണ്ട് ബീഫ് മദ്ഹൂത്ത്? റെഡിയായോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എത്ര പെട്ടെന്നാലേ മദ്ഹൂത്ത് റെഡിയായത്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.